2021 മെയ് 2 സംസ്ഥാനത്തെങ്ങും ഇടത് അനുകൂല തരംഗം ആഞ്ഞു വീശുകയാണ്. കണ്ണൂരിലെ ഇടത് സ്ഥാനാർത്ഥികൾ ഒന്നൊന്നായി വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് വിജയശ്രീലാളിതരായി മടങ്ങുന്നു. മുന്നണികളുടെ നെഞ്ചെടുപ്പേറ്റുന്നതായിരുന്നു UDF സിറ്റിംഗ് സീറ്റായ പേരാവൂരിലെ വോട്ടെണ്ണൽ. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ലീഡുകൾ മാറിമറിഞ്ഞു. ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു LDF ക്യാമ്പ് അവസാനം വരെ. ഒടുവിൽ 3352 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഹാട്രിക് തികച്ചു. സിറ്റിംഗ് MLA ആയിരുന്ന KK ശൈലജയെ 2011 തറ പറ്റിച്ചാണ് സണ്ണി ജോസഫ് പേരാവൂരിൽ ജൈത്രയാത്ര തുടങ്ങിയത്. 15 വർഷം മുൻപ് കൈവിട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ ശൈലജയെ തന്നെ രംഗത്തേക്കിറക്കാനുള്ള നീക്കത്തിലാണ് CPM. 15 വർഷത്തിനിപ്പുറം ഇരുവരും വീണ്ടും മുഖാമുഖം വരുമ്പോൾ ഒരാൾ KPCC അധ്യക്ഷനും മറ്റൊരാൾ CPMന്റെ കരുത്തുറ്റ മുഖങ്ങളിൽ ഒരാളുമാണ്. 2021 മട്ടന്നൂരിൽ മത്സരിച്ച് വൻ ഭൂരിപക്ഷം നേടിയ ശൈലജയ്ക്ക് പാർട്ടിക്കപ്പുറമുള്ള വോട്ടുകൾ സമാഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പേരാവൂരിലേക്ക് പരിഗണിക്കുന്നത്. മാത്രമല്ല, കുടിയേറ്റ കർഷകർ ഏറെയുള്ള UDF ചായ്വ് അല്പം കൂടുതലുള്ള പേരാവൂരിൽ നിന്ന് ജയിച്ചു കയറിയ ഒരേ ഒരു CPM നേതാവെന്ന പേരും ശൈലജയ്ക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ 2021 പേരാവൂരിൽ വിയർത്ത് ജയിച്ച സണ്ണി ജോസഫ് ശൈലജയ്ക്ക് മുന്നിൽ വീഴുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. ഇരിട്ടി മുനിസിപ്പാലിറ്റിയും ആറളം, അയ്യൻകുന്ന്, കണിച്ചാർ, കേളകം, കൊട്ടിയൂർ, മൂഴക്കുന്ന്, പായം, പേരാവൂർ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പേരാവൂർ മണ്ഡലം. 2011 സണ്ണി ജോസഫിന് 56,151 വോട്ടുകളും ശൈലജയ്ക്ക് 52,711 വോട്ടുകളുമാണ് ലഭിച്ചത്. 2016 സണ്ണി ജോസഫ് വോട്ടുകൾ 65,659 ഉയർത്തി. അതേസമയം LDF സ്ഥാനാർത്ഥി ബിനോയ് കുര്യന് 2% കുറഞ്ഞ് 57,670 വോട്ടുകളാണ് ലഭിച്ചത്. 2021 സണ്ണി ജോസഫ് ജയിച്ചെങ്കിലും വോട്ടിൽ 1.7% ഇടിവുണ്ടായി. 66,706 വോട്ടുകളാണ് ലഭിച്ചതും. ഇടത് സ്ഥാനാർത്ഥി സക്കീർ ഹുസൈൻ ആകട്ടെ തോറ്റെങ്കിലും 2.5% വോട്ട് ഉയർത്തി 63,534 എത്തിച്ചു. ഈ വ്യത്യാസമാണ് ശൈലജയുടെ വരവിന് കരുത്തേകുന്നതും. ഉറച്ച പാർട്ടി വോട്ടുകൾക്കൊപ്പം ശൈലജയുടെ ജനപ്രീതിയും കൂടി വോട്ടാകുമ്പോൾ സീറ്റ് തിരിച്ചുപിടിക്കാമെന്ന് പാർട്ടി കരുതുന്നു. പേരാവൂരിൽ ഒരു തവണ ഞെട്ടിച്ചതിന്റെ ചരിത്രം കൂടി ശൈലജയ്ക്കുണ്ട്. 2006 പേരാവൂരിൽ മത്സരിച്ച KK ശൈലജ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA ആയിരുന്ന AD മുസ്തഫയെ 9,099 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. മണ്ഡലം രൂപീകൃതമായ ശേഷം ഇടതുപക്ഷം നേടിയ ഏറ്റവും വലിയ വിജയമായിരുന്നു അത് ഇത്തവണ ആവർത്തിക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടലും. 1977 മുതൽ 1991 വരെ കോൺഗ്രസിന്റെ KP നൂറുദ്ദീൻ ആയിരുന്നു പേരാവൂർ MLA. പിന്നീട് കോൺഗ്രസ് എസിലെ KT കുഞ്ഞഹമ്മദിലൂടെ LDF മണ്ഡലം പിടിച്ചെങ്കിലും തൊട്ടടുത്ത ടൈമിൽ AD മുസ്തഫയിലൂടെ UDF മണ്ഡലം തിരിച്ചുപിടിച്ചു. 2006 ശൈലജ മുസ്തഫയെ തോൽപ്പിച്ച് UDFൽ നിന്ന് മണ്ഡലം പിടിച്ചെടുത്തു. 2011 പക്ഷേ രണ്ടാമത്തെ അംഗത്തിനിറങ്ങിയ ശൈലജയ്ക്ക് തോൽവിയായിരുന്നു ഫലം. 3,440 വോട്ടിനാണ് അന്ന് ശൈലജ തോറ്റത്. നിയമസഭയിലേക്ക് 5 തവണ മത്സരിച്ച ശൈലജ ആ ഒരൊറ്റ തവണ മാത്രമാണ് തോൽവി അറിഞ്ഞിട്ടുള്ളതും. പിന്നീട് ഇങ്ങോട്ട് സണ്ണി ജോസഫാണ് പേരാവൂരിന്റെ MLA. ഒന്നാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായുള്ള പ്രകടനത്തിലൂടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും ശൈലജ ചർച്ചകളിലേക്ക് വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ ഒരു നീക്കം CPM ശൈലജയിലൂടെ നടത്തിയെങ്കിലും തിരിച്ചടിയായിരുന്നു ഫലം. വടകര ലോക്സഭാ സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന ദൗത്യത്തിനിറങ്ങിയ ശൈലജയ്ക്ക് പക്ഷേ ഷാഫി പറമ്പലിന് മുന്നിൽ അടിതെറ്റി. കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള പ്രചാരണങ്ങൾ UDF ഇപ്പോഴും ശൈലജയ്ക്കെതിരെ ആയുധമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇടതുവിരുദ്ധ തരംഗമുണ്ടെന്നും അത് പേരാവൂരിലും ആഞ്ഞടിക്കുമെന്നാണ് UDF അവകാശപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലവും സമീപകാലത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും ഇതിന് തെളിവാണെന്നും UDF ചൂണ്ടിക്കാട്ടുന്നു. ഏതായിരുന്നാലും ശൈലജയുടെ വരവോടെ സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറുകയാണ് പേരാവൂർ.